ഹലോ, കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാനാണെങ്കിൽ റെഗുലറായിട്ട് വീഡിയോ ഇട്ടിട്ടും കുറേ ആയി. കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാതായി പോയത്. ഒന്നാമത്തെ കാര്യം പപ്പയും അമ്മയും പോകുന്നൊരു തിരക്കായിരുന്നു. ആദ്യത്തെ ഒരു കുറച്ച് നാൾ അവർ നവംബർ 27 പോയത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനന്ന് സൗണ്ട് കൊടുക്കുന്ന ആ ദിവസമാണ് അവർ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ നവംബർ 27 പോയി. പിന്നീട് അങ്ങോട്ട് കുറച്ചധികം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആകെപ്പാടെ എന്താ പറയുക, തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മളുടെ വീടൊക്കെ ഒരുക്കി എല്ലാ തവണയും കാണിക്കുന്ന പോലെ ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങോട്ടിരിക്കുമ്പോൾ വാതിലിൽ നിന്ന് ലൈറ്റ് വെട്ടം വരുന്നുണ്ട്, കുറച്ചുകൂടെ തെളിച്ചുകൊണ്ടെന്ന് തോന്നുന്നു വീഡിയോയ്ക്ക്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഉള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ തന്നെ എൻ്റെ കയ്യിലുള്ളൂ. കൂടുതലൊന്നും ഞാൻ ഇത്തവണ വാങ്ങിയൊന്നുമില്ല. അപ്പോൾ സെയിം കാര്യങ്ങൾ നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കണ്ട. അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ ഇങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. എപ്പോഴും ഞാനങ്ങനെ എല്ലാ വർഷവും പോയി കുറച്ച് ഡെക്കറേഷൻസ് ഒന്നും വാങ്ങുന്ന ആളൊന്നുമല്ല. ഞാൻ അതിലൊക്കെ കുറച്ച് പിശുക്കിയാണ്. എനിക്കിഷ്ടമാണ് വിൻഡോ ഷോപ്പിംഗ്, കണ്ടുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാത്തിനും നല്ല വിലയൊക്കെയല്ലേ, അപ്പം അങ്ങനെ എപ്പോഴൊന്നും വാങ്ങാറൊന്നുമില്ല. പിന്നെ വേറെന്താ, സ്നേഹയ്ക്കും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവൾക്കും വീഡിയോ ഇടാൻ പറ്റാത്തത്. എനിക്കറിഞ്ഞൂടെ, അവളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി ട്രാവൽ വ്ളോഗ്സൊക്കെ ഇരിപ്പുണ്ടെന്ന് അവൾ പറഞ്ഞായിരുന്നു. അവൾക്ക് പക്ഷെ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിഞ്ഞുകൊണ്ട് ഇനി അവളെപ്പോഴാണ് വീഡിയോ ഇടുകയെന്ന്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ടല്ല, ഞായറാഴ്ച ഞാൻ വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. എത്രമാത്രം നടക്കും എന്നറിയില്ല. നമുക്ക് നോക്കാം അതെങ്ങനെ പോകുന്നു എന്നുള്ളത്. പിന്നെ വേറെന്താ, നിങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? കുറേ പേര് എപ്പോഴും പണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ കുറേ നാൾ വീഡിയോ ഇടാതായപ്പോൾ നമ്മൾക്ക് അവരെക്കുറിച്ചൊക്കെ ഒന്നും അറിയാത്ത പോലെ തോന്നുന്നു എനിക്ക്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കി. ഈ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുന്നേ തന്നെ എടുത്തു വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും വൈകി പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇപ്പോൾ ഇവിടെ ഒരു 12:30 ആവാൻ പോകുന്നു. ഇന്നൊരു വീക്ക് ഡേ ആണ്. എനിക്കിന്നൊരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പോവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ 2 പാച്ചസ് ഒക്കെ ഉണ്ട്. അത് എനിക്ക് മോക്കുരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മോക്കുരു വരുമ്പോൾ ആക്നെ പാച്ചസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഒരുപാട് പാടൊന്നുമില്ലാതെ അങ്ങ് പെട്ടെന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ചെറിയ മോക്കുരുവാണ്, പക്ഷെ അത് ഉപയോഗിച്ചാൽ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ആമസോണിലൊക്കെ തപ്പി നോക്കിയാൽ അറിയാമായിരിക്കും കേട്ടോ. ആക്നി പാച്ചസ് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കിട്ടുമായിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് പാടൊന്നും വരാത്ത പോലെ തോന്നും. പണ്ട് എനിക്കത് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടോ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മോക്കുരൊക്കെ വരുമ്പോൾ രാത്രി അത് ആക്നി പാച്ചസ് വെച്ചിട്ട് കിടന്നാൽ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും ചിലത് പോവാത്തതാണെങ്കിൽ ഒരുപാട് പാടൊന്നും വരാറില്ല അങ്ങനെ. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് കുത്തി പൊട്ടിക്കാറൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ മുഖം പെട്ടെന്ന് പാട് വരുന്ന മുഖമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മാക്സിമം നഖം മുഖത്തേക്ക് ചെല്ലാതെ നോക്കാറുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും അത് ചോദിക്കും, എനിക്ക് കമൻറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ അപ്പോയിൻമെൻറ്റിന് പോട്ടെ. നിങ്ങൾ വീഡിയോ കാണൂ, എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയണം. പെട്ടെന്ന് തന്നെ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ സ്റ്റാൻഡിലൊന്നും വെച്ചിട്ടല്ല എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ സകല കുഴപ്പങ്ങളും വീഡിയോയ്ക്ക് കാണും. ഞാൻ അത്ര നല്ലൊരു വീഡിയോഗ്രാഫർ ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക. നമ്മൾ ഇന്നത്തെ ചോറിൻ്റെ ഒരു മെനു ആണ് കേട്ടോ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് നാളായി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഇതൊരു ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചിക്കൻ പീസസിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാപ്രിക്ക, ഉപ്പ്, ഇത്രയും ചേർക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന നമ്മൾ സാധാരണ ഉണ്ടാക്കില്ലേ അതാണ്. അല്ലാതെ വലിയൊരു രസമില്ല. പക്ഷെ നമ്മളിതിനകത്ത് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് അതങ്ങനെ വറുത്ത് വരുമ്പോൾ കേട്ടോ. പിന്നെ ഇത് മമ്മിയുടെ വക ഒരു സ്പെഷ്യൽ കറിയാണിന്ന്. നമ്മളുടെ കൊഞ്ചും മാങ്ങയും കൂടെ കൂടി പാല് പിഴിഞ്ഞൊഴിച്ച് വെക്കുന്നത്
വെക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടി മമ്മി പൊടികളാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് മമ്മി പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് കലക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പ്രോൺസ് ഒക്കെ ഇവിടെ നന്നായിട്ട് അല്ലെങ്കിൽ കൊഞ്ച് നന്നായി വൃത്തിയാക്കി അത് എൻ്റെ വെയിനൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങയുടെ കഷ്ണങ്ങൾ വലുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയുടെ പേസ്റ്റല്ല ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് മമ്മി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ പൊടികളെല്ലാം കൂടി വെള്ളത്തിൽ ഇത് വെച്ചില്ലേ, ചാലിച്ച് വെച്ചില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ ചാലിക്കാൻ ഉപയോഗിച്ച് പാത്രം കഴുകിയിട്ടുള്ള വെള്ളം കൂടെ കൂടിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ പൊടികളൊന്ന് വെന്ത് വരുമ്പോൾ മമ്മി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പ്രോൺസ് അല്ലെങ്കിൽ നമ്മളുടെ കൊഞ്ച്, ചെമ്മീൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചോറിന് കൂട്ടാൻ പറ്റിയ കിടുക്കാച്ചി കറിയാണ്. ഇതിനകത്തേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മമ്മിയുടെ കറികളെല്ലാം അതുപോലെയാണ്. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് പ്രോൺസിന് അധികം വേവില്ല, അതുപോലെ തന്നെ മാങ്ങയ്ക്ക് അധികം വേവില്ല. അതുകൊണ്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു. മാങ്ങ ഇതുപോലെ ഇത്തിരി വലുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം ഈ മാങ്ങയ്ക്ക് ഒരുപാട് വേവില്ല, അതുകൊണ്ടാണ് ഇത്ര വലുതാക്കി അരിഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് ആ പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചില്ലേ, അത് ചേർത്ത് കൊടുത്തു. പിന്നെ കല്ലുപ്പാണ് മമ്മി യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പാത്രം അടച്ചു വെക്കുക. അത് വെന്ത് നന്നായിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാങ്ങയ്ക്കും കൊഞ്ചിനും ഈ പറഞ്ഞ പോലെ ഒരുപാട് വേവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ പെട്ടെന്നാവും. ഇപ്പോഴത്തെ അടുപ്പിലേക്ക് നമുക്ക് ആ ചിക്കൻ ഒന്ന് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഒരു 15 മിനിറ്റൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ കറി നന്നായി തിളച്ച് എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്കൊന്ന് തിള വരുമ്പോഴേക്കും തന്നെ നമുക്ക് വാങ്ങാം. ഇതിങ്ങനെ മീനൊന്നും അല്ലാത്തതുകൊണ്ട് ഇളക്കിയാലും പൊടിഞ്ഞൊന്നും പോകാൻ പോകുന്നില്ല. അപ്പോൾ അതിനകത്തേക്ക് ഇനി കടുക് താളിച്ചൊഴിക്കുന്നുണ്ടാവും. അപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ കിടന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ചധികം കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഞാനിവിടെ കീറൊന്നും ചെയ്യാതെ ചുമ്മാതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഈ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സാധനം അതാണ് കേട്ടോ. ഞാൻ മൂടി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട, അത് ആവിയും കൂടെ കൂടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വറുത്ത് വരാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചത്. അപ്പോൾ നമ്മളുടെ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് മമ്മി എന്നെ നന്നായി തിളപ്പിച്ചു. ഞാൻ ചിലപ്പോൾ ഇത്രയൊന്നും തിളപ്പിക്കാറില്ല, പക്ഷെ തിളപ്പിച്ചാൽ ഇവിടുത്തെ തേങ്ങാപ്പാൽ അങ്ങനെ പിരിഞ്ഞൊന്നും പോകാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ കറിയിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പ് ആദ്യം നമ്മൾ വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ താളിപ്പിന് എന്താ പറയുക, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക, ചെറിയ ഉള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ കൊല്ലമുളക് വലിയ മുളകില്ലേ, മുളകെല്ലാം ചേർത്തിട്ട് നമ്മൾ താളിപ്പ് അതിനകത്തേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കുക. അപ്പോഴാണ് ഈ കറിയുടെ അടിപൊളി ഒരു ടേസ്റ്റ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ലേ. മമ്മിയുടെ കറികളെല്ലാം ഇതുപോലെ ഭയങ്കര ഈസിയാണ്. പ്രത്യേകിച്ച് മീൻ, സീ ഫുഡ് ഐറ്റംസ് ഭയങ്കര ഈസിയാണ്, എന്നാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ തോരൻ എന്ന് പറയുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എനിക്ക് മമ്മി പപ്പ വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കി തന്നെ. ഇതുപോലെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുമ്പളങ്ങ തോരൻ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കടുകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സവാള അരിഞ്ഞ് ചേർത്തു. സവാള ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞ് ചേർത്തത്. അതുപോലെ തന്നെ കറിവേപ്പില, ഇടിച്ച മുളക്. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇടിച്ച മുളക് ആയിരിക്കും ഇതിന് കുറച്ച് ടേസ്റ്റ് കൊടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിടിച്ച മുളക് നന്നായിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ മാറി നന്നായിട്ട് ഇതായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കും. ഇത് ഞങ്ങൾ ഫ്രീസ് ചെയ്തിരുന്ന കുമ്പളങ്ങയാണ്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ട് ഫ്രീസ് ചെയ്തിരുന്നതാണ്. അത് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവാതെ, അതിനകത്തുനിന്ന് വെള്ളം വരും, അപ്പോൾ അത് ആ വെള്ളത്തിൽ അതങ്ങ് വെന്തോളും. ഒരുപാട് കുഴഞ്ഞു പോവാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഇവിടെ ആയി വരുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത മുളകും കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് അതിൻ്റെ കൂടെ ഇങ്ങനെ യോജിച്ച് വരുമ്പോഴാണ് അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. ഈ ഊണെന്ന് പറയുന്നത് വളരെ എടിപ്പിടിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊണാണ്. ഒരു 30 മിനിറ്റേ വേണ്ടുള്ളൂ ഈ ഊണിന്.
ഇപ്പോൾ കണ്ടോ നമ്മുടെ കുമ്പളങ്ങിയിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. നല്ലോണം തേങ്ങയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് കുമ്പളങ്ങ എങ്ങനെ കഴിക്കാനും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതൊരു നല്ല തോരനാണ്, ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണം. ഇനി വെള്ളമെല്ലാം ഒന്ന് നന്നായി വറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ തോരൻ ഒന്ന് റെഡിയാക്കി എടുത്തു, ഡ്രൈ ആക്കി എടുത്തു. അപ്പോൾ നമ്മളുടെ കറികളെല്ലാം റെഡിയായി. അപ്പുറത്ത് വേറൊരു സാധനം കൊണ്ടിരിക്കുന്നത് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്. ഞാൻ എപ്പോഴും കാണിക്കാറുള്ളതുകൊണ്ട് അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ചിക്കൻ ഫ്രൈ, കുമ്പളങ്ങ തോരൻ, ചിക്കൻ ഫ്രൈ, ഇത് നമ്മളുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണ ബാക്കി ഉണ്ടായിരുന്നില്ല, അതിനകത്തേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മളുടെ ചെമ്മീനും മാങ്ങയും കൂടെ കൂടിയിട്ട് കറി വെച്ചതാണ്. നല്ല കിടുക്കാച്ചി ഊണായിരുന്നു കേട്ടോ. ഈ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരു 30 മിനിറ്റ് മതി എല്ലാം കൂടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്കിനി ഊണ് കഴിച്ചാലോ? അപ്പോൾ നമ്മുടെ എടിപിടിയെന്നുണ്ടാക്കിയ നല്ല കിടുക്കാച്ചി ഊണ് കണ്ടാലോ? ഈ ചെമ്മീനും മാങ്ങക്കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കിടു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരും കറി. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റത്തില്ലേ. നമ്മൾ ഈ ടിന്നിലുള്ള തേങ്ങാപ്പാലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാവും. നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കിടുക്കാച്ചി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ വായിൽ വെള്ളം വരും. ഒന്നുകൂടെ ഉണ്ടാക്കണം ഈ കോമ്പിനേഷൻ. അപ്പോൾ ഇനി നമ്മളുടെ വീട്ടിൽ ക്രിസ്മസ് ഡെക്കറിനായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ വീഡിയോ ഒക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ പുതിയതൊന്നുമില്ല. ചിലപ്പോൾ ട്രീയിൽ 1-2 എന്താ പറയുക സാധനങ്ങളൊക്കെ പുതിയതുണ്ടാവും. അല്ലാതെ എല്ലാം പഴയത് തന്നെയാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ. എല്ലാവരും ക്രിസ്മസിനൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കാണുമായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത തവണ കാണാം. എല്ലാവർക്കും ബൈ.